ഭഗവാനെ ഗുരുവായൂരപ്പ കാത്തുരക്ഷിക്കണമേ. ലോൺ എടുത്ത് തുടങ്ങിയ ബൂത്താണേ. കഴിഞ്ഞ മാസം ബാങ്കിൽ പൈസ അടച്ചിട്ടില്ലേ. ഓള് വിളിക്കാനുള്ള എല്ലാ ആൾക്കാരും ഇവിടെ തന്നെ കൊണ്ടെത്തിക്കണമേ. ഭഗവാനെ ഗുരുവായൂരപ്പ രക്ഷിക്കണമേ. ഹലോ, ആര്? അപ്പുറത്തെ കടയിലെ രാഘവന് കൊടുക്കാനാ? നിങ്ങളാരാണ്? ഇല്ലില്ല, ബുദ്ധിമുട്ടാ. എടാ, ഇതൊരു ടെലിഫോൺ ബൂത്താണ്. രാവിലെ തിരികെത്തിച്ചങ്ങോട്ട് തുടങ്ങിയേ ഉള്ളൂ. കഴിഞ്ഞിട്ടം പോലും വിറ്റിട്ടില്ല. ഇല്ല, കുറച്ച് ബുദ്ധിമുട്ടാ. കുറച്ച് കഴിഞ്ഞു വിളി. വെച്ചിട്ട് പോയ അവിടുന്ന്. എവിടുന്നരാ ഇത്? ഇവിടെ തുറന്നേ ഉള്ളു. കഴിഞ്ഞിട്ടം പോലും വിറ്റിട്ടില്ല. അതിനുമ്പ് രാഘവനും ഓട്, അപ്പുറത്തെ തങ്കമ്മയ്ക്കും ഓട്. ഒരെണ്ണം ഇങ്ങനെ നടപ്പുണ്ട്. ഫോൺ ചെയ്യണോ? അതിനെന്താ ചെയ്തോ? അത് സ്ഥലമുണ്ട്. ഹലോ, ഉണ്ട്, അകത്തുണ്ട്. ഒരുപാട് പൈസ കിട്ടാനുണ്ട്. രാഘവൻ 250 രൂപ. അയ്യോ ചേട്ടാ, ആളുണ്ട് ആ താളുണ്ട് കേട്ടോ. ഇല്ല, വേറെ അപ്പുറത്തുണ്ട്. നോക്കിയോ? അത്യാവശ്യമായിരുന്നു, അതുകൊണ്ടാണ്. ശരി, ആയിക്കോട്ടെ. ഹലോ, ഓമന ഞാനാ ഇല്ല, ഞാൻ ഡ്യൂട്ടിക്ക് പോവാ. ഇന്നലെ ഓവർ ടൈം ആയിരുന്നേ. ഓ, ഭയങ്കര വർക്കാ. പപ്പ, ലണ്ടനില് ഇപ്പൊ തണുപ്പൊക്കെ ഉണ്ടോ? ഓ, ചൂടായിരുന്നു. ഓക്കെ പപ്പ, പിന്നെ ഞാനൊരു 2 മാസം കഴിയുമ്പോ കേറും. മമ്മയെ ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു. ഓക്കെ പപ്പ, ഞാൻ ഡ്യൂട്ടി പോയിട്ട് മമ്മയെ ഇപ്പൊ വിളിക്കുന്നുണ്ട്. 6 വിളിക്കുന്നുണ്ട്. ഓക്കെ പപ്പ, ഞാൻ പിന്നെ വിളിക്കാം. എക്സ്ക്യൂസ് മീ, സ്വിറ്റ്സിലെ കോഡുണ്ടോ? സ്വിസ്സിലെ കോഡോ? സ്വിറ്റ്സർലാൻഡ്. ഞാൻ എല്ലാ ദിവസവും അത് എടുത്തുകൊണ്ട് വരുന്നതാണ്. കൊണ്ടുവന്നതും ഇല്ലല്ലേ. ഇല്ല, ആലുങ്ക പഴുക്കുമ്പോ കാക്കയുടെ വായി പുണ്ണെന്ന് പറയുന്നത്. ഞാൻ വിളിച്ചോളാം. സെറ്റപ്പ് ടീമാ. രായണ്ണ, നമുക്കൊരു ഗസ്റ്റ് ഉണ്ടൊരു ചായ. മമ്മി, പപ്പയെ വിളിച്ചിരുന്നേ ഉള്ളൂ. കുഴപ്പമില്ല. ഇന്നലെ ഓവർ ടൈം ആയിരുന്നു. ഓ, കുഴപ്പമില്ല, ഞാൻ 2 മാസം കഴിയുമ്പോ വരുന്നുണ്ട്. ഓക്കെ മമ്മി, ഞാൻ പിന്നെ വിളിക്കാം. ബൈ, ഡ്യൂട്ടിക്ക് പോവാ. പെണ്ണുപിള്ളേര് പട്ടുസാരിക്ക് പറഞ്ഞേ ഉള്ളു, ഇന്ന് മേടിക്കണത്. ചേട്ടാ ഇരിക്കട്ടാ, എവിടെ വീട്? എവിടെ? ഞാന് പുറത്താണ്. അവിടെ ഇരിക്കട്ടെ. അപ്പുറത്ത് രായണ്ണന്റെ കട നല്ല ചായ ഉണ്ട്. ചായക്ക് പറഞ്ഞു. ചായ വേണ്ട. എന്താ ചായ വേണ്ട, ഞാൻ കുടിക്കത്തില്ല. ഫ്രൂട്ട് സ്വാറ്റ്സ് കിട്ടും. ഏതായിട്ടാ? ഫ്രൂട്ട് സ്വാറ്റ്സ് മനസ്സിലായില്ല. അറിയില്ല? ഇല്ലല്ല, അല്ല, കൺട്രി ഫ്ലവേഴ്സ്. ഫ്രൂട്ട് സ്വാറ്റ്സ് അറിയില്ല. എക്സ്ക്യൂസ് മീ, എന്റെ വിതുരത്തെ കുഞ്ഞമ്മയുടെ നമ്പർ തരാമോ? ഏതാ ചോദിച്ചാ? ഞങ്ങളുടെ വിതുരത്തെ കുഞ്ഞമ്മയുടെ നമ്പർ വേണം. അതന്നെ, സാറിന്റെ കുഞ്ഞമ്മയുടെ നമ്പർ? അതെ അതെ. അത് സാറിന്റെ കുഞ്ഞമ്മയുടെ നമ്പർ എങ്ങനെ എന്റെ കാണും? കുഴപ്പമില്ല, രായമാമന്റെ നമ്പർ എന്നാലും മതി. എന്റെ പൊന്ന് സാറേ, സാറിന്റെ കുഞ്ഞമ്മയുടെ സാറിന്റെ രായമാമന്റെ നമ്പർ സാറിന്റെ കൈ കാണും. ഇത് എന്റെ അടുത്ത് ചോദിച്ചാ എങ്ങനെ? അത് പറഞ്ഞ അതെങ്ങനെയാണ് സംഭവം? മനങ്ങാന്ന് ഞാൻ കാര്യത്തിൽ ചന്തയിൽ പോയി എലികളുടെ അടുത്ത് സംസാരിച്ച്, അപ്പൊ അവര് പറഞ്ഞത് പെരിച്ചാഴികൾ ഇനി അവിടെ കയറി ആക്രമിക്കൂലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്നലെ എലികളുമായിട്ട് ചർച്ച നടത്തി. മനസ്സിലായില്ലേ? സംസാരിക്കുന്ന എനിക്കറിയാം. ചായ വേണ്ട കേട്ടാ, മുഴുത്ത വട്ട. ഹലോ, എന്തോ ഒരു ഭാഷ പറഞ്ഞു? അല്ല സാറേ, രായണന്റെ സാറ് ചായ കുടിക്കത്തില്ലെന്ന് എന്തോ ഒരു വാക്ക് പറഞ്ഞല്ലോ. എന്താ? അയ്യോ, ഞാൻ സാറിനെ ഒന്നും പറഞ്ഞില്ല. അല്ല, ചായ ഞാൻ പറയട്ടെ, ഞാൻ നല്ല എലികളുമായിട്ട് ചർച്ച നടത്തി. ഞാൻ അവരടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിന്നെ മേഞ്ഞിട്ട് പോകും. അല്ല, അതെനിക്കറിയാം സാർ. അവര് വന്ന് മേഞ്ഞിട്ട് പോകും. ആരെന്നറിയാടാ? സത്യൻ എന്ന സീർ ഇന്നലെ വന്ന് വീട്ടിൽ നിന്ന് പഴിഞ്ഞും കുടിച്ചോണ്ടാണ് പോയത്. മനസ്സിലായ? അല്ല എന്റെ പൊന്ന് സാറേ, നേരത്തെ എന്തോ വാക്ക് പറഞ്ഞു. ഇല്ലല്ല, ഒരു കാര്യം ചെയ്യ, ഞാൻ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഫ്രൂട്ടി ഫ്രൂട്ടി കുടിക്കടാ. എന്റെ പൊന്ന് സാറാ വേണ്ട സാറാ. പിന്നെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ സാർ, ആരെ കാണണമെന്ന് പറഞ്ഞു? ആരെ നമ്പരാ വേണമെന്ന് പറഞ്ഞു? രായമാമന്റെ. രായമാമൻ ഈ സൈസ് സാധനങ്ങളെ നിനക്ക് എവിടുന്നറാ? ഊളംപാറയെന്ന് ചാടി വരികയാന്ന് തോന്നുന്നു. നേരെ കേറി വരും ഓരോന്നിനൊക്കെ. ഭഗവാനെ, രാവിലത്തെ എന്തായാലും കഴിഞ്ഞു. അതിനെന്താ വിളിച്ചോ? അല്ല, കണ്ടല്ലോ പരിചയം പോലല്ലേ. എന്റെ കുഞ്ഞമ്മ അപ്പുറം താമസമുണ്ട്. ഓ, അത് ശരി. പാലത്തിനടുത്ത്. ഓ, അതിനെന്താ വിളിച്ചോ? കുഴപ്പമൊന്നുമില്ല. ഇല്ല, കുഴപ്പമുണ്ടോന്ന് എനിക്കും അറിയണം. കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടെ നടക്കുന്നത്. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഓ, ഒരു ബുദ്ധിമുട്ടുമില്ല. ഓമന 112 രൂപ അവളെ വെട്ടി കീറ ഇതുവരെ കൊണ്ടുവന്നില്ല.
ഹലോ, ആളുണ്ടോ? അയ്യോ ചേട്ടാ ആളുണ്ട്, പക്ഷെ നേരത്തെ വന്നല്ലേ? അതെ, അത്യാവശ്യമായിരുന്നു. അയ്യോ ആളുണ്ട് ചേട്ടാ. വേറെ ഇവിടെ അടുത്ത് വേറെ അവിടുന്ന് റൈറ്റിലോട്ട് പോകുമ്പോ ഈ സൈഡിൽ ഇവിടെ കാണും. കാണും അവിടെ ഉണ്ടോ? അത്യാവശ്യമായിരുന്നു, അതുകൊണ്ടാണ്. ആയിക്കോട്ടെ. നേരത്തെ വന്നേ പാവം. മാമ നീ എന്തോടാ ഫോൺ എടുക്കാത്ത? ഞാൻ ഒരു ബൂത്തിലുണ്ടേ, ഒരു 3:30 ഞാൻ എത്തും. ഓ ഓ ഓ എടുത്ത കയ്യിലിരിപ്പുണ്ട്. ഓ ശരി 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 എന്നാ. ആ അല്ല പിന്നെ ഇതെത്ര രൂപ? ഇത് ഒരു 100 ഉണ്ടെണ്ണ. 600 രൂപ ഓ ഇതിന്? ഇതിപ്പോ നിർബന്ധമല്ലേ? പിന്നെ ഭയങ്കര ചെക്കിങ്, മുക്കിന് ചെക്കിങ്. പോലീസ് പിടിക്കില്ലേ? ഓ അതന്നെ, ഇത് പിടിച്ചാൽ പറ്റി എത്ര രൂപ? 10-200 വെച്ചൊക്കെ അടിച്ചു തരും. 200 വെച്ചൊക്കെ? 100 വരെ ജോലിക്കാണ് പോണത്. ഡെയിലി 200 രൂപ പെറ്റി കൊടുക്കാനേ ഉള്ളൂ. അല്ല ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇത് വെച്ചാ ചെവി കേൾക്കാൻ പറ്റൂ? ചെറുതായിട്ടൊക്കെ കേൾക്കാണ്. എന്നാ വീട്ടിൽ അമ്മൂമ്മയ്ക്ക് ഒരെണ്ണം മേടിച്ചു കൊടുക്കണം, അവർക്ക് ഒട്ടും ചെവി കേൾക്കത്തില്ല. ശരി ഓക്കെ. 3.50 പൈസ. അല്ല വിളിച്ച കോളിൻ്റെതേ 3.50. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല ഒരു കോൾ വിളിച്ചത്. അതന്നെ ഞാൻ പറഞ്ഞിട്ട് തന്നെ വിളിച്ചത്. 3.50 പൈസ വിളിച്ചെന്റെ. അതെന്താണ് ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലോ ഒരു കോൾ വിളിച്ചോണ്ടാ ഞാൻ ചോദിച്ചു. അയ്യോ അതെന്താ? അപ്പൊ അണ്ണൻ പറഞ്ഞില്ല കയറി വിളിച്ചിട്ടുണ്ടോ? അതന്നെ നീ കയറി വിളിച്ച് എന്നും പറഞ്ഞ് വിളിച്ചെന്റെ പൈസ. അല്ല പൈസ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമുണ്ട്. എനിക്ക് കാര്യം വിളിച്ച പോരാ. ഇതെന്തുകൂടെ ഇത്? ഒരു സാമാന്യ മര്യാദ ഉണ്ട് നിങ്ങള്. ഒന്നും ശരിയല്ല അണ്ണാ. എന്തുവാ? ഇതൊന്നും ശരിയല്ല. ഏത് ശരിയല്ല? ഇതൊന്നും ശരിയല്ല. നീ പൈസ തന്നിട്ടു ചുമ്മാ സംസാരിക്കാ. പൈസ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല ഞാൻ ഒരു കോൾ വിളിച്ചത്. ഞാൻ ലോൺ എടുത്തതായത്. അത് ശരിയായില്ല. ലോൺ എടുത്ത ശരിയായില്ലേ? അതല്ല. പിന്നെ ഒരു മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെയൊന്നും പെരുമാറരുത്. നീ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നീ പൈസ അട ചുമ്മാ രാവിലെ കൈ നീട്ടം പോലും വിട്ടില്ല കേട്ടാ. ഇനി ഞാൻ ഇങ്ങോട്ട് പോയി നിങ്ങളെ നോക്കൂലല്ലോ, തിരിഞ്ഞു പോലും നോക്കൂല കേട്ടാ. ഇനി ഇങ്ങോട്ട് വരൂല ഞാൻ. ഒരു കോള് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കണം ഇനി കേട്ടാ. ഞാൻ വന്നാൽ നോക്കുപോലുമില്ല ഞാൻ. ഒരു മനുഷ്യൻ, നിങ്ങൾ മനുഷ്യനെ കണ്ടിട്ടില്ല, ആദ്യം മനുഷ്യനെ കണ്ട് പഠിക്കണം. ഒരു മനുഷ്യൻ നല്ല എന്തോടാ കാളും വിളിച്ചിട്ട് അവിടെ നിന്ന് പിണങ്ങുന്ന എന്റെ അടുത്ത്. ഓ ഇന്നലെ അവളാ കണി കണ്ടത്. അല്ല വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞേ. ഫോൺ ചെയ്യാൻ പൈസ ഒക്കെ ഉണ്ടല്ലേ? അല്ല ഉണ്ടാ പൈസ ഒക്കെ ഉണ്ടാ? എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്നെ കണ്ടിട്ട് തോന്നല്ലേ? അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളു. ഇവിടെ ഓരോരുത്തർ വരുന്നത് അതുകൊണ്ട് ഇപ്പൊ ഒരു അംഗം കാണിച്ചിട്ട് പോയേ ഉള്ളൂ. അണ്ണാ വേണ്ട എന്നോട് സംസാരിക്കുന്നു. ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുണ്ടോ? ആളുണ്ടോ? അയ്യോ ആളുണ്ട് ചേട്ടാ. ഇപ്പൊ 3ാമത്തെ തവണ വരുന്നത്. കഷ്ടം. അത്യാവശ്യമായിരുന്നു, അതുകൊണ്ടാണ്. മനസ്സിലായി എനിക്ക്. അവിടെ ജസ്റ്റ് നോക്കിട്ട് നോക്കിട്ട് അവിടെ ചിലപ്പോ ആള് മാറിക്കാണും. പോയിട്ട് അണ്ണാ ലൈൻ കംപ്ലൈന്റ് ആണ്. അയ്യോ അത് ചെറുതാട്ടെ, ഇടയ്ക്കിടയ്ക്ക് ചെറിയ കംപ്ലൈന്റ്. ഇതിന്ന് വിളിച്ചു നോക്കാം. അല്ലതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അല്ല അത് കുഴപ്പമൊന്നുമില്ല. അത് വിളിച്ച ചൈന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ആര് പറഞ്ഞു ചൈന സാധനം? തീരുമാനിച്ചാൽ മതി. ഹലോ അല്ല ആന്റിയുടെ വീടല്ലേ? അണ്ടി ഓഫീസർ? അണ്ടി ഓഫീസിലൊക്കെ നമ്പർ മാറിപ്പോയില്ലേ? പക്ഷെ ബില്ലിൽ മാറ്റമൊന്നും വരത്തില്ല. ആ മനോജടാ, ഡേയ് നീ എന്താ ഇന്നലെ വരാത്ത? നീ മഞ്ജുവിന്റെ കൂടെ ഞാൻ പറയാം. നീ എന്താടി ഇന്നലെ വരാത്ത? വല്ലവന്റെ ഒന്നും ബൈക്കൊക്കെ എടുത്താണ് നമ്മൾ അവിടെ പാടുപെട്ട് വരണം. നീ ഇത് എന്തൊരു പരിപാടിയാണ് കാണിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് ഞാൻ റൂട്ട് പറഞ്ഞുതരാം. ആ റൂട്ടിൽ കറക്റ്റ് വാ. ആണാ പേരെ ഞാൻ നമ്മ റൂട്ട് പറയട്ടെ. നീ നേരെ കോളേജിൽ നിന്ന് ഇറങ്ങി വഴുതക്കാട് വാ. അവിടെ നിന്ന് നേരെ കട്ട് ചെയ്ത് ബേക്കറിയിൽ വാ. ഫസ്റ്റ് ബേക്കറി വാ. അവിടെ നിന്ന് സ്റ്റാച്യു കയറും.